2 ദിവസമായി ഗ്യാസ് തീർന്നിട്ട്. അങ്ങനെ ഇന്ന് കാലത്ത് ഗ്യാസും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് നേരെ അടുക്കളയിൽ എത്തിക്കണം എന്റെ പരിപാടി. അതുകൊണ്ട് വെച്ച് തിരിച്ചു വന്നപ്പോ അമ്മമ്മ ഇരുന്ന് പത്രം വായിക്കണ്ട്. ഞാൻ ക്യാമറയും കൊണ്ടുവരുന്നുണ്ടപ്പോ അമ്മമ്മക്ക് നാണായി. ഇന്ന് കാലത്ത് കടയിൽ കൊടുക്കാണ്ടായി. അപ്പൊ പിന്നെ നേരെ പെട്ടിയിൽ സാധനങ്ങളാക്കിയിട്ട് നേരെ കടയിൽ പോയി സാധനങ്ങളൊക്കെ അവിടെ വെച്ചു കൊടുത്തു. തിരിച്ചു വരും വഴി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് കുറെ നാളായി ഞാൻ കടകളിലൊക്കെ തപ്പി നടക്കണം. അവസാനം ഒരു കടയിൽ നിന്ന് ഇത് കിട്ടി. ഇതിന്റെ ഒപ്പം തന്നെ ഒരു മസാലയുള്ള ബിസ്ക്കറ്റ് ഉണ്ട്. പക്ഷെ അതവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതും മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ വന്ന വശം തന്നെ അത് പൊട്ടിച്ച് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴേക്കും അമ്മ അച്ഛന്റെ കുറച്ച് തുണിയും കൊണ്ടുവന്നു. ഇത് കൊണ്ടിട്ട് തയ്ക്കാൻ കൊടുക്കാൻ. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബിസ്ക്കറ്റ് പൊട്ടിച്ച് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അമ്മാമ്മയ്ക്ക് കവറിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരാക്രമമാണ് ഈ കണ്ടത്. അങ്ങനെ ബിസ്ക്കറ്റും പൊട്ടിച്ച് ഒരെണ്ണം ഞാനും കഴിച്ചു, ഒരെണ്ണം അമ്മാമ്മയ്ക്കും കൊടുത്ത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും വെച്ച്. ഇരുന്നിരിപ്പിന് ഞാനത് മൊത്തം തീർത്തന്നെ. പക്ഷെ തുണി തയ്ക്കാൻ കൊടുക്കാനുള്ള കാരണം കൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. അങ്ങനെ തുണി എടുത്ത് ഇറങ്ങി. ഇത്രയും നല്ല റോഡ് വേറെ ഒരു പഞ്ചായത്തിലും ഉണ്ടാവില്ല. ഈ വഴി കൂടെ ഒരു പ്രാവശ്യം വന്നൊരു പിന്നെ എപ്പോഴും വരാൻ വേണ്ടി കൊതിക്കാറുണ്ടെന്നാ പറഞ്ഞിട്ടത്. അങ്ങനെ തുണി തയ്ക്കണ വീട്ടിലെത്തി. അങ്ങനെ അതൊക്കെ അവിടെ കൊടുത്ത് തിരിച്ചു വരും വഴി മിനി വെള്ളച്ചാട്ടവും കണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നിട്ടാ. അങ്ങനെ വീട്ടിലെത്തിയപ്പോ പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പൊ പിന്നെ ഉപ്പമാർക്കൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. വീടിന് ചുറ്റും ചെടികളുണ്ടെങ്കിലും ഇതൊന്നും നോക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടാ. അമ്മയാണ് ഇതൊക്കെ പിന്നെ നോക്കാറ് കൂടുതലും. പലതരത്തിലും പല നിറത്തിലുള്ള ചെടികളുണ്ട്. പാടത്ത് കാണുന്ന ചേമ്പ് വരെ ഇവിടെ ഞാൻ കാണാറുണ്ട്. കിണറിന്റെ വക്കത്ത് കാണുന്ന ചെടി വരെ ഞാൻ അവിടെ കണ്ടു. ആ കാണുന്നതാണ് നമ്മുടെ അമ്മായിയുടെ പഴയ വീട്. നമ്മുടെ പുതിയ വീട് പണിയുമ്പോൾ ഞങ്ങൾ അവിടെ താമസിച്ചാൽ വൈകിട്ട് പിന്നെ എന്ത് കഴിക്കുന്ന ആലോചിച്ചിരിക്കുന്നു. ഫ്രിഡ്ജ് തുറന്നപ്പോ പിന്നെ പോപ്കോൺ ഇരിപ്പുണ്ടായി. മുൻപൊക്കെ ചോളം മേടിച്ചു കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പൊക്കെ പാക്കറ്റ് കണക്കിന് വരുന്ന കാരണം കൊണ്ട് 2-3 മിനിറ്റിൽ തന്നെ പരിപാടി തീരും. പരിപാടി 2 മിനിറ്റിൽ തീർന്നു കേട്ടാ. സംഭവം ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഓക്കെ ബൈട്ടാ, അടുത്തൊരു വീഡിയോയിൽ കാണാൻ.